മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി പൊന്നാങ്കണ്ണി ചീര നടുകയാണ്. പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ എല്ലാവർക്കും സുപരിതമാണ്. കുറേ കാലം കൊണ്ട് വളരെയധികം പ്രചാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. എന്നാൽ ഇത് ഇപ്പോഴെങ്ങും ഉണ്ടായ സാധനമല്ല. ഇത് വളരെ പണ്ട് മുതൽ തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഒടിച്ചുകുത്തി ചീരയെന്നും ചെറുചീരയെന്നും ഒക്കെയായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അപ്പം ഈ ചീരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് അവരന്മാരുണ്ട്. ഇതിൻ്റെ കൂട്ടുള്ള ഇലയുള്ള ഒക്കെയുള്ള അവരന്മാരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെയിൽ കൊള്ളുമ്പോഴും വെയിൽ കൊള്ളാതിരിക്കുമ്പോഴും രണ്ട് നിറമാണ്. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം മറ്റു ചീരകൾ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ഈ ചീര നമുക്ക് തോരനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ മറ്റു ചീരകളെക്കാട്ടിലും അല്പം കൂടി ഗുണം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ, നേത്ര രോഗങ്ങളെ ചെറുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിറ്റാമിനുകൾ ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ആ ഇല വർഗ്ഗങ്ങളിൽ പെടുന്നവയുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. കാരണം കൂടുതൽ നാരുകൾ ആ ഇലവർഗ്ഗ പച്ചക്കറികൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ കർക്കിടകം അതുപോലെ തന്നെ കഴിഞ്ഞ മാസം വിതരമാസങ്ങളിലൊക്കെ ആ ഇലകൾ കൊണ്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനപ്രദമാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. അത് ശരി തന്നെയാണ്. കാരണം ഇടക്കാലത്ത് ഇലക്കറികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പച്ചക്കറികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മത്സ്യമാംസാദികൾ ധാരാളമായിട്ട് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വളരെയധികം രോഗങ്ങൾ വന്നു ചേർന്നത് എന്നത് നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. മാംസവും ഒപ്പം മത്സ്യവും ഒക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉദരശുദ്ധീകരണത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഈ ഇലക്കറികൾ തന്നെയാണ്. അപ്പം കർക്കിടക മാസത്തിൽ സാധാരണയായി മുരിങ്ങയില, വളരെ പോഷകസമ്പുഷ്ടമായ മുരിങ്ങയില ആരും ഉപയോഗിക്കാറില്ല. അപ്പം മറ്റുള്ള ഇലകൾ, അത് പയറിൻ്റെ ഇല, മത്തയുടെ ഇല, ചുരയുടെ ഇല, അതുപോലെ തന്നെ ഈ ചീരക വർഗ്ഗങ്ങളിൽപ്പെട്ടവയുടെ ഇലകൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വളരെ ലളിതമായി കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് യാതൊരു വളപ്രയോഗങ്ങളോ പരിചരണങ്ങളോ ഇല്ലാതെ നമുക്ക് ധാരാളം പച്ചക്കറി ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു വിള കൂടിയാണ് ഈ പറയുന്ന ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം എന്ന് വെച്ചാൽ അല്പം വെയിൽ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു പരിരക്ഷയും നമുക്ക് വേണ്ട. നട്ടു കൊടുത്താൽ മതി. പിന്നെ ഇത് നിങ്ങൾ ഇലകൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൂക്കുന്നതിന് മുമ്പ്, പൂക്കുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൂക്കും. തളിർ ഇലകളാണ് ഇത് നമ്മൾ പറിക്കേണ്ടത്. പിന്നെ നടുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു 2 മുട്ട് താഴെ വെച്ച് മുറിച്ചെടുത്ത് മണ്ണിനകത്ത് നമ്മൾ നട്ടു പിടിപ്പിച്ചാൽ മതി. അത് അങ്ങ് കിളിച്ച് വന്ന് പടരും. അപ്പം ഇത്തരത്തിലൊരു 2 മൂടെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ, ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാം, ചാക്കിൽ നട്ടുപിടിപ്പിക്കാം, അതുപോലെ നമുക്ക് പിന്നെ തറയിൽ നട്ടുപിടിപ്പിക്കാം. തറയിൽ നട്ടുപിടിപ്പിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും വെള്ളം ഒഴിക്കേണ്ട. ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ആവുന്നുണ്ടെങ്കിൽ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് അത് ചെയ്യുന്നത്. പ്രകൃതി പറയുന്നത് എല്ലാം മണ്ണിൽ തന്നെ ഉണ്ടാവണമെന്നാണ്. പക്ഷേ നമ്മൾ മണ്ണിൽ നിന്ന് അവനെ വിരുക്കിയെടുത്ത് ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ നൽകണം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വളവും കൂടി ഇട്ട് കൊടുക്കണം. അല്പം ചാരവും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ അടുക്കള നിന്നും കിട്ടുന്ന പച്ചക്കറികളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അതിന് ആഹാരം കിട്ടാതെ വരും. അത് ദോഷമാണ്. സസ്യങ്ങളാണെങ്കിൽ പോലും അവയ്ക്ക് ജീവനുണ്ട്. അവയ്ക്ക് വെള്ളവും ഭക്ഷണവും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഇല്ല പിന്നെ നമ്മൾ അതിന് പോകാതിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നടന്ന് നോക്കുക. നടാൻ ഒരു പ്രയാസവുമില്ല. ഇത് തടം വെട്ടി അങ്ങ് നട്ടു കൊടുത്താൽ മതി. വളമൊന്നും പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ നടന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ തടങ്ങൾ, ഈ പൊന്നാങ്കണ്ണി ചീര നടാനുള്ള തടങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര തടത്തിൽ ഒന്ന് പറക്കി വെക്കാം. പറക്കി വെച്ചതിന് ശേഷം നമുക്ക് നടാം. നമ്മൾ 10 മൂട് പൊന്നാങ്കണ്ണി ചീരയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 10 മൂടും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നടുന്നത്? വളരെ സിമ്പിളായിട്ടാണ്. തടം വെട്ടി മണ്ണ് താണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ടാൽ മതി. അത് കിളിച്ച് നല്ല ഓണത്തിന് നമുക്ക് ഇഷ്ടം പോലെ ചീര വിളവെടുക്കാം. തീർച്ചയായിട്ടും ഇത് ഓണത്തിന് ഈ ചീര വിളവെടുക്കുന്ന രീതികൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. എങ്ങനെയാണ് ഇതെന്തുമാത്രം വലുതായി എന്ന് കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇത് കാണുന്ന പ്രേക്ഷകർ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഉദ്ദേശം തന്നെ ഒരുപാട് പേര് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ക്ലേശം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുതൽ മനുഷ്യർക്ക് താങ്ങാനൊക്കാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ ഒരു ജനങ്ങൾ ഇത് ചെയ്യുന്നത് നല്ലതാണ്.
ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് ഒരാഴ്ച കൂടി കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് വിളവെടുക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പം കഴിയുന്നെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പിന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വച്ച് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ മലർക്കെ ആ വാതിലുകൾ തുറന്നിടും. കാരണം നമുക്ക് സ്ഥലമില്ലല്ലോ, നമുക്കിതിൻ്റെ വിത്തില്ലൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് കുറച്ച് പൊന്നാങ്കണ്ണി ചീര നടണം, എനിക്ക് കുറച്ച് വെണ്ട നടണം, എനിക്ക് കുറച്ച് വഴുതന നടണം എന്ന ഒരാഗ്രഹം ആദ്യം മനസ്സിലുണ്ടാകുക. നമുക്ക് ഏതൊരു നേട്ടത്തിൻ്റെയും പിന്നിൽ ആദ്യം ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം എപ്പോഴും ചിന്തിക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക, നടക്കും എന്ന് വിശ്വസിക്കുക. മനസ്സിനെ കൊണ്ട് നമ്മൾ വിശ്വസിപ്പിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ യാദൃശ്യമായി അത്ഭുതകരമായി നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആ വിത്ത് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളെ വരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.